അപ്പം ഇന്നലെ കണ്ട വീഡിയോയുടെ ബാക്കിയാണിട്ടത്. നമുക്കിവിടെ എന്തുമാത്രം ഇവിടെയൊക്കെ ഒരു ബിൽഡിങ് വന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. ഇവിടെ എന്തുമാത്രം മാറ്റങ്ങൾ വന്നെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അന്ന് വന്ന റോട്ടിൽ നിന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും ഏകദേശം നമുക്കറിയാം. 25 കൊല്ലം കൊണ്ടുള്ള മാറ്റങ്ങളൊന്ന് കാണാം എന്ന് കരുതിയിട്ടാണ്. ഇത് വരാപ്പുഴ ഇപ്പോൾ കഴിഞ്ഞത് കുന്നുംപുറം ജംഗ്ഷനാണ്. അന്ന് പോണത് വരാപ്പുഴ. കൂനമ്മാവ്, വരാപ്പുഴ കൂനമ്മാവ് ഭാഗത്തേക്കാണ് പോണത്. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം നമുക്ക് എന്തോരം മാറ്റങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ NH-66 പൂർത്തിയായിട്ടില്ല, പല ഭാഗത്തും പണികളുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാണ്. ഇതൊക്കെ ഈ സമയത്ത് പോകണമെങ്കിലേ ആകെ തിരക്കായിരിക്കും, ഫാസ്റ്റായിട്ട് പോകുള്ളൂ. അപ്പോൾ ഒരു വ്യത്യാസം വല്ലതും വന്നിട്ടുണ്ടോയെന്ന് അറിയാനാണ് ഈ റോഡിൽ. എന്താ രണ്ട് സൈഡിലും വേണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് രണ്ട് സൈഡിൽ, ഫുള്ളും ഹോട്ടൽസ് അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ അന്ന് കാലിയടിച്ചിരുന്നിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നതല്ല. പിന്നെ അപ്പുറത്തേക്കുണ്ട്, അപ്പുറത്തേക്കും നമുക്ക് നോക്കാം. ഈ വഴിയിൽ അപ്പുറത്തില്ലാന്നുണ്ടെങ്കിൽ ഇപ്പുറത്തൊട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ പുതിയതായിട്ട് കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇവിടെ നേരത്തെ ഇത്രയും വീതി ഉണ്ടായിരുന്നില്ല, വീതി കുറവായിരുന്നു. ഇപ്പോൾ 66-ന് വേണ്ടി 45 മീറ്റർ റോഡ് എടുത്താണ്. ഓ ഭയങ്കര പൊടിയാണല്ലോ. നമുക്ക് ഈ വഴിയല്ല അപ്പുറത്ത് കൂടി പോയിട്ട് കാര്യമില്ലാണേ. അപ്പുറത്ത് കൂടി പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം കിട്ടും. അല്ല ഞാൻ ആക്കി വെച്ചിരിക്കണോ പൊടിയെന്ന് പറഞ്ഞാൽ ഒന്നാം തരം പൊടി. ഇനി നല്ല ഓടി പോട്ടെ. അത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോഴേക്കും അടുത്ത ലോറി കയറി കഴിഞ്ഞു. അപ്പോൾ തിരക്കുണ്ടോ? അന്നത്തെ തിരക്കും ഇന്നത്തെ തിരക്കും സ്ഥലങ്ങളും അവരുടെ വികസനങ്ങളും. വികസനം എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഇവിടുന്ന് സ്ട്രൈറ്റ് ചെറിയ റോഡായിരുന്നു. നമുക്ക് ഇതിൽ തന്നെ പോവാം, എളുപ്പം. ലോറി പോട്ടെ, അല്ലെങ്കിൽ കാഴ്ചകൾ കിട്ടില്ല, മറച്ചു കളയും. ചെറിയ വണ്ടി കുഴപ്പമില്ല. അപ്പോൾ ഇനി മരുന്നുണ്ട് ലോറികൾ, ടിപ്പറാണ് ഏറ്റവും കൂടുതൽ. റോഡ് പണി നടക്കുന്നുണ്ട്. അവിടെ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കടമുറികളും എല്ലാം താൽക്കാലിക ഷോപ്പുകളാണ് കേട്ടോ. ഹൈജീമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പണികളാണ്. ഈ 24 വർഷം കൊണ്ട് ഇത്രയും വ്യത്യാസങ്ങളാണ് ഈ റോഡിൽ സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു 24 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. നമ്മളൊന്ന് സ്വപ്നത്തിൽ പോലെ കരുതാതെ അത്ര വ്യത്യാസം വന്നിട്ടുണ്ട്. അതൊന്നും ഇവിടെ വികസിക്കുമെന്ന് പോലും അറിയില്ലാത്തൊരു കാലം എടുക്കുന്നത്. വരാപ്പുഴയെല്ലാം ഒരു പാലം, അത് എത്രയോ വർഷത്തിന് ശേഷം. ആ പാലം ഉദ്ഘാടനം ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിനെ പോകുന്നത്. ഇവിടെ നിന്ന് പോയിട്ട് റൈറ്റ് തന്നെ പോവാം. ലോറികൾ കയറി
ടിപ്പർ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. അവിടെ നമുക്ക് പത്രം വയ്ക്കണം. നമ്മൾ ചവിട്ടി ഇവിടെയൊക്കെ ആര്യാസ്, ഹോട്ടൽ ആര്യാസ്, ഹോട്ടലുകളാണ് കൂടുതൽ. അത് കൂടുതലും അങ്ങനത്തെ ഷോപ്പുകൾ. അപ്പോൾ ഇവിടെ നിന്നും അങ്ങനത്തെ ഒരു സംഗതിയേ ഉണ്ടായിരുന്നില്ല. ഈ കാറുകളുടെ പിന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടൈൽസ്, ഫർണിച്ചർ അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ഷോപ്പുകളാണ് ഈ ഭാഗത്ത് കൂടുതൽ. അപ്പോൾ നമ്മൾ നേരെ ചേരാനല്ലൂർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചേരാനല്ലൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കണ്ടെയ്നർ റോഡിൻ്റെ അണ്ടർപാസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ രണ്ട് സൈഡിലും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേര് പറയാനില്ല, നമ്മൾ സ്പീഡിൽ പോയാണ്. സ്പീഡിൽ പോകാൻ കുഴപ്പമില്ല, ഒരു കാര്യമില്ല. അവനെ ട്രാക്ക് നോക്കി പോയാൽ മതി. ഇതപ്പോൾ ഇവിടെ ചേരാനല്ലൂർ കണ്ടെയ്നർ റോഡിൻ്റെ അണ്ടർപാസിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ റൈറ്റിലേക്ക് പോകാം. ആണ് പറവൂർക്കുള്ള വഴി. പുനമാവ് പറവൂർക്കുള്ള വഴിയാണ്. ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒറ്റമാട്ടത്തിൽ അറിയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ റോഡ് വികസിപ്പിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ഡിഫറൻ്റാണ്. റോഡ് വികസിച്ച് വരുന്നേ ഉള്ളൂ. ഒരു 25 കൊല്ലം കഴിയുമ്പോൾ ഇത് ഡെവലപ്പായിക്കോളും. ഈ ഭാഗം അന്ന് വരുമ്പോൾ ഏകദേശം ഇത്രയൊക്കെ തന്നെ ആയിരുന്നു. പാലത്തിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങൾ വരെ വികസനം എത്തിയിട്ടുണ്ട്. എടപ്പള്ളിയുടെ ആ ഒരു ഏരിയയിൽ ഈ ഭാഗത്ത് അങ്ങനെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. അതിവിടെ ഇപ്പോൾ പുതിയതായിട്ട് റോഡ് വരാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ഇവിടെ വികസനം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ റോഡ് ഏറ്റെടുക്കുന്നതുകൊണ്ട് ആളുകൾക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള അനുമതിയൊന്നും കൊടുക്കണ്ടായിരുന്നു. നമ്മൾ വരാപ്പുഴ പാലത്തിലേക്ക് കയറേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, മീഡിയനകത്ത് കൂടി പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ പുറകെന്ന് അത്ര ശരിയല്ല ഇവിടെ വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്തവിടെ തോന്നുന്നു അങ്ങനെ റെഡിയാക്കും. നമുക്കൊരു മീഡിയനെ കൊണ്ടുകൂടി പോകാം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് 66-ൻ്റെ ഭാഗമായിട്ട് വരുന്ന ആറുവരി പാലത്തിൻ്റെ ആറുവരി റോഡിൻ്റെ പാലം പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പൂർത്തിയായിട്ടെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ടാറിങ്ങും കാര്യങ്ങളും ക്യാപ്പൊന്നും ഫില്ല് ചെയ്തിട്ടില്ല. ഇവിടെ ആളുകൾ ജസ്റ്റ് നേരം വണ്ടിത്തിരക്കുണ്ട. അത് പിന്നെ എപ്പോഴാണ് പോയത്, ഏത് ദിവസം പോയെന്നൊന്നും അറിയില്ല. കാരണം അത് ഉദ്ഘാടനം ചെയ്ത ദിവസമാണ്, അതുകൊണ്ട് നമുക്ക് പറയാനും പറ്റില്ല. അത് നമ്മൾ വരാപ്പുഴ പാലത്തിൻ്റെ എൻഡിലേക്ക് പ്രവേശിക്കുകയാണ്.
അവിടെ നീളമുള്ളൊരു പാലമാണ്. താഴത്ത് ഇറങ്ങാൻ പറ്റുമോ, സ്റ്റെപ്പാണോ എന്നറിയില്ല. സ്റ്റെപ്പാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞു ടോൾ പാസും. ഇവിടെയൊക്കെ വർക്ക് നടക്കണേ ഉള്ളൂ കേട്ടോ. ആ തിരക്കാണ് നമ്മൾ നോക്കേണ്ടത്. തിരക്ക് അല്ല, അന്ന് വളരെ കുറച്ച് ഓട്ടോറിക്ഷയും ജീപ്പ് വേണ്ട. അന്നൊക്കെ ഓട്ടോ ചെറിയ മറ്റേ ലാംബട്രയുടെ ലാംബട്ര എന്ന് പറയും, പെട്രോൾ എഞ്ചിനുള്ള പഴയ ബോഡി ഇരുമ്പിൻ്റെ ഇരിക്കും. അതും പിന്നെ സൈക്കിള്, ജീപ്പ്, പഴയ കാലത്തെ മെറ്റഡോറിൻ്റെ ടെമ്പോ, അതൊക്കെ അന്നുണ്ടായിരുന്നു. ഈ ഭാഗത്തേക്ക് ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ റോഡിൻ്റെ അലൈൻമെൻ്റ് അവിടെ നേരത്തെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ. അപ്പോൾ ഇതാണ് പൂനമാവിലേക്കുള്ള വഴി. ഈ ഇടതുവശത്തേക്ക് ഉള്ള വഴിയുണ്ട്, അത് ചെട്ടിവാതിക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ പൂനമാവിൻ്റെ ഭാഗത്തേക്ക് കയറി കഴിഞ്ഞു. അവിടെ എന്തോ ട്രെയിനൊക്കെ വെച്ചെന്തോ നിർമ്മാണ പ്രവർത്തനമായി നടക്കുന്നു. ഏകദേശം നമ്മൾ ഇത്രയും വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് കേട്ടോ. ഇവിടെ ഇപ്പോഴും ആ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. ചെറിയ ഏരിയ 25 വർഷമായിട്ട് ഞാനിവിടെ സ്ഥലം ഏറ്റെടുക്കും. അപ്പുറത്ത് കുഴപ്പമില്ല, എന്നാൽ അപ്പുറത്ത് എന്തുകൊണ്ട് കൊണ്ടൊന്നും മനസ്സിലാണില്ല. വികസനം അവിടെ നിന്ന് എന്ന് പറഞ്ഞ അവസ്ഥയിലായി. ഇനി ഇവിടെ വികസിക്കും എന്നുവെച്ചാൽ ഏകദേശം ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് കുറച്ചുകൂടി പോകാനേ ഉള്ളൂ. ഇത്രയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. കുറച്ചുകൂടി പോകുന്നുണ്ട്, കുറച്ചുകൂടി പോകാം. അവിടെ ഒരു വളവുണ്ട്, ആ വളവിൻ്റെ അവിടെ നിന്ന് പോകാം. അത് മതി. അപ്പുറത്തൊക്കെ റെഡി ആവണുള്ളൂ, ആ ലെഫ്റ്റ് സൈഡൊക്കെ. ഇവിടെയൊക്കെ അങ്ങനെ തന്നെ കിടക്കണം കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇത് പൂനമാവാണ്. വളരെ മഴക്കാറുണ്ട് എന്തായാലും. ചാമറ അച്ഛൻ്റെ ചർച്ചാണ് ഇവിടെ. ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ചാമറ അച്ഛൻ്റെ ചർച്ചാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അന്ന് പോയത് ഇവിടെ നിന്ന് റൈറ്റാണ്. സോറി, റൈറ്റിൽ നിന്ന് നേരെ പോയി ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്താണ്. ഓക്കെ. ഇവിടെ നിന്ന് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറയാം. ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് പോവാം. അറുപത്താറിലേക്ക് നമുക്ക് പോകാൻ കുറച്ച്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ റോഡ് എൻഡിലാവുമാരും ഇങ്ങനെ ചെയ്ത് വയ്ക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ തന്നെ ചെറിയ പോകണം വണ്ടി. അപ്പോൾ പിന്നെ അങ്ങനെ ഫോണടിക്കും. ബാക്കിയുള്ള കാഴ്ച നമ്മൾ എടുക്കും. ഇനിയിപ്പോൾ അങ്ങോട്ട് ഏലൂർ കൂടി എടുക്കാനുണ്ട്. നമുക്ക് എൻജിൽ കൊണ്ട് നിർത്താം. നല്ല കയറിയൊരു എന്തെങ്കിലും ബ്ലോക്ക് കഴിഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നു.
വരാപ്പുഴ പാലം. അപ്പോൾ നമ്മൾ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഭയങ്കര ചാട്ടം നമുക്കൊന്ന് നിർത്തിയെടുക്കാം. ഞാൻ അവിടെ നിൽക്കാം, കുറച്ച് ഫ്രണ്ടിലോട്ട് പോകാം. വണ്ടികൾ വന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയാനായിട്ട് നമ്മളന്ന് എടുത്തത് ഏലൂർ അല്ല, ആ കാണുന്നതാണ് ഏലൂർ മെട്രോ സ്റ്റേഷൻ, വാട്ടർ മെട്രോ. അപ്പോൾ ഇത് ചേരാനല്ലൂർ, ഏലൂർ, അങ്ങോട്ട് ഏലൂരിൻ്റെ ഭാഗമാണ്. ഇത് വരാപ്പുഴ. ഇവിടെ നിന്നും അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. 25 വർഷമായിട്ടും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അല്ല. ആ ഒരു 2 പോക്കോട്ടിൽ അവിടെ ഉണ്ട് കമ്പനിയുടെ. ഒരു വാട്ടർ ടാങ്ക് അന്നുണ്ടായിരുന്നു. എന്തായാലും വെള്ളം ഇപ്പോഴും കലങ്ങി കിടക്കുകയാണ്. അന്നത്തെ പോലെ തന്നെ സെയിം വെള്ളം കലങ്ങി കിടക്കുക. ഇപ്പോൾ 6 മണിയായതുകൊണ്ടാണ് 6 മണിയായതുകൊണ്ടാണ് കിട്ടാത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏലൂരിലെ വിശേഷങ്ങൾ. നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. ഈ വണ്ടിയുടെ തിരക്കെടുക്കാൻ വലിയ താല്പര്യമില്ല, പക്ഷേ വേറെ നിവർത്തിയില്ല, നമ്മൾ എടുത്താലേ പറ്റുള്ളൂ. കാരണം വണ്ടി തിരക്കില്ലാത്തൊരു സിറ്റി കാഴ്ചയില്ല. അപ്പോൾ എന്തായാലും അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നാച്ചുറലായിട്ട് എടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് വേണമെങ്കിൽ അതിനകത്തൊരു മ്യൂസിക് കയറ്റിയിട്ട് ഇത് മ്യൂട്ട് ചെയ്ത് ശബ്ദം മ്യൂട്ട് ചെയ്തിട്ട് മ്യൂസിക് കയറ്റാം. പക്ഷെ അതിന് നാച്ചുറാലിറ്റി ഇല്ല, ഫീലില്ല. നമ്മൾ എന്താ പറയുക, ഫീൽ കിട്ടില്ല, വീഡിയോയുടെ ഫീല് നഷ്ടപ്പെടും. ഞങ്ങൾ പണ്ട് മുതലേ 24 വർഷം പഴക്കമുള്ള വീഡിയോ ആണെങ്കിൽ പോലും നോക്കി അറിയാൻ പറ്റും. ഞങ്ങൾ അതിനകത്ത് ശബ്ദം, ആ നാച്ചുറൽ ശബ്ദം തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളത് ഉദ്ദേശിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ പോയാൽ കൊള്ളുന്നുണ്ട്. പക്ഷെ മഴയുടെ ഒരു പ്രോബ്ലമാണ്. മഴയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഗ്രാമത്തിലേക്ക് പോകാനൊരു പേടി. കാരണം അവിടം വരെ പോയിട്ട് പിന്നെ നമ്മളത് എടുക്കാൻ പറ്റാതെ തിരിച്ചു പോരാന്ന് പറഞ്ഞാൽ 3-4 പ്രാവശ്യം പോയിട്ട് നമ്മൾ മഴയെ കൊണ്ട് തിരിച്ചു പോരുകയും ചെയ്തു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എടുക്കും, വരും വീഡിയോ ഉണ്ടാവും. ഇപ്പം മഴയൊന്ന് കഴിഞ്ഞോട്ടേ എന്ന് ഇരിച്ചിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്, ഇടാം എന്ന് മാത്രം. അപ്പോൾ സൺസെറ്റായി. ചേരാനല്ലൂർ വരാപ്പുഴ വിശേഷങ്ങൾ ഇതാണ്. വാഹനത്തിരക്കാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് കാണേണ്ട മാറ്റം. വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഓക്കെ.